ഞാനും നിങ്ങളും ഈ ഭാഗവതവും സപ്താഹമൊക്കെ കേൾക്കുന്ന എന്തിനാണ്? നമ്മൾ മനസ്സിലാക്കുക, ഇനിയും നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ രാവിലെ എണീക്കണം, വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, ലളിതാ സഹസ്രനാമം ചൊല്ലണം. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യുന്തോറും, ഇത് മനസ്സിലേക്ക് കയറും തോറും ഉള്ളിലുള്ള ദുരിതങ്ങളുടെ ചിന്തകളുടെ തീവ്രത കുറഞ്ഞു 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 വരുമ്പോൾ ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത്രയുള്ളൂ കാര്യം. ഇപ്പം പണ്ടത്തെ പോലെ ഇന്ന് ദുരിതങ്ങൾ അലട്ടുന്നില്ലല്ലോ. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിവുള്ളൊരു മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ കേ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കരഞ്ഞോളൂ. ഒരു ദൈവവും പടച്ചവനും വന്ന് രക്ഷിക്കില്ല, മനസ്സിലാക്കിക്കോളൂ. ഇരുന്ന് കരയലിനെ ഉണ്ടാവുള്ളൂ, അതിനൊരു എൻഡില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചേതക്കലസ്യബന്ധായ, ചേതസ് തന്നെയാണ് ബന്ധിപ്പിക്കുന്നത്. അതേ ചേതസ് തന്നെയാണ് മുക്തായ, നമ്മളെ മോചിപ്പിക്കുന്നത്. അപ്പൊ താഴ്ത്തുന്നതും മനസ്സാണ്, ഉയർത്തുന്നതും മനസ്സാണ്. അടുത്ത പടി കടന്നു. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഇനി മനസ്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. സത്യത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ തന്നെ മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയും, സത്യത്തിൽ നമ്മൾ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ നമുക്കൊരു ഭാരതത്തിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. അത് നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഹിന്ദുക്കൾക്കുണ്ടല്ലോ, സത്യത്തിൽ എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ കൊരങ്ങൻ്റെ കയ്യിൽ മാല കിട്ടിയത് പോലെ പോയി. എന്താ കൊരങ്ങൻ്റെ കയ്യിൽ മാല കിട്ടിയതുപോലെ എന്ന് പറഞ്ഞാല്, കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ ചെയ്യുക? അത് കഴുത്തിലിടുകയല്ലേ ചെയ്യുക, അത് കടിച്ചു പറിച്ച്. വൃന്ദാവനത്തില് എത്ര പേര് പോയിട്ടുണ്ട്? വൃന്ദാവനത്തിൽ പോയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു, കണ്ണട കണ്ട അടിച്ചു മാറ്റും കൊരങ്ങൻ, അല്ലേ? എന്നാ കൊരങ്ങന്റെ കയ്യിൽ കണ്ണട കിട്ടിയാൽ നിങ്ങൾ പറയാ, 15,000 രൂപയുടെ കണ്ണടയാണ് എൻ്റെ കൊരങ്ങ എന്നത് വല്ലതുണ്ടോ അതിന്? അതപ്പോഴേക്കും അതിന്റെ കാല് കടിച്ച് കൈ കടിച്ച് എങ്ങനെങ്കിലും അതിനെ. അപ്പൊ പിന്നെ നിങ്ങൾ അതിന് വൃന്ദാവനത്തിലെ കൊരങ്ങന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് പണ്ട് കാലത്തൊക്കെ ബിസ്ക്കറ്റ് കൊടുത്താലൊക്കെ തരുമായിരുന്നത്, ഈ കണ്ണട തിരിച്ചു വരും. ഇപ്പൊ അതിന് ഫ്രൂട്ടിക്കേ പറ്റുള്ളൂ. സത്യം നുണ പറയില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ മാസം പോയപ്പോ എൻ്റെ കൂടെയുള്ള ഒരു അമ്മയുടെ കണ്ണട കൊരങ്ങൻ വലിച്ചു. അതിനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു, ഒറ്റയേറ് തിരിച്ചിട്ട്, ആർക്ക് വേണം നിങ്ങളുടെ LG ബിസ്ക്കറ്റ്, ആർക്ക് വേണം എന്നുള്ളൊരു പാർലേജിയാണ് കൊടുത്തത്. തിരിച്ച് അവർക്ക് ആരോ പറഞ്ഞു ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുക്കാൻ. ആ ഫ്രൂട്ടി കൊടുത്തപ്പം കാര്യമായിട്ട് കണ്ണട കൈ കൊടുത്തിട്ട് പറഞ്ഞു പോയിട്ട് വാന്ന്. അത്ര ഒരു എങ്ങനെ പഠിപ്പിച്ചെടുത്താണോ ഇത്, എങ്ങനെ എനിക്കറിയില്ല. പക്ഷെ അവർക്ക് കണ്ണട ഇത് ഫ്രൂട്ടി വേണ്ടോ. അപ്പൊ കണ്ണട കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങൻ അത് കടിച്ച് കേടുവരുത്തുന്ന പോലെ നമുക്കൊക്കെ ക്ഷേത്രങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, കഷ്ടകാലത്തിന് ഉപയോഗിക്കാൻ അറിയില്ല. ഇത് വായിച്ചാലൊട്ട് മനസ്സിലാവൂല. ഒരമ്മ എന്നോട് പറയാ, എന്നാലേ ആദിശങ്കരാചാര്യ സ്വാമികൾ സ്വാമി ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പാടുമോ? നീ എന്ത് പറഞ്ഞെന്നോ? അദ്ദേഹം പറയണോ ദുഃഖം തരണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എന്നോട് പറയാം, സ്വാമി ഭജഗോവിന്ദം വായിച്ചിട്ടില്ലേ എന്ന്. ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ശ്ലോകം എന്താണ്? ഞാൻ പറഞ്ഞു അമ്മ ചൊല്ലു. അപ്പൊ അവര് ചൊല്ലുന്നത് ഇങ്ങനെയാണ്, ഭജഗോവിന്ദം ഭജഗോവിന്ദം, പാടുവാക്കി, ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖം തരണേ എന്ന്. അത് ഡുക്രിഞ്ഞ് കരണേ എന്നാണ്, ഇതൊരു പ്രയോഗമാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് ഈ വയസ്സാം കാലത്ത് ഇരുന്നിട്ട് സംസ്കൃതം പഠിച്ചിട്ട് കാര്യമില്ല, വല്ല സാധന അനുഷ്ഠിക്കൂ. അതിന് പകരം ഇവർക്ക് ഈ ഡുക്രിഞ്ഞ് കരണേന്ന് പറയാൻ അറിയില്ല. അതിനെന്ത് പകരം മലയാളത്തിലെ ദുഃഖം തരണേന്നാക്കി. എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ ശങ്കരാചാര്യ സ്വാമികൾക്കും. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ട് ദുഃഖം തരണേ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സമയത്തെങ്ങാനും ശങ്കരാചാര്യ സ്വാമി ജീവിച്ചിരുന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉറപ്പാണ്. കാരണം ഈ തരത്തിൽ നിങ്ങളത് വായിക്കുന്ന ആ പാവം അദ്ദേഹം കരുതിയിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ദുഃഖം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പറയുന്നു, വീട്ടില് മഹാഭാരത ബുക്ക് വെച്ചാൽ യുദ്ധം വരുന്നുള്ളത് ഉണ്ടോ? ഇല്ലേ? മഹാഭാരത ബുക്ക് വീട്ടിൽ വെച്ചാൽ അവിടെ കലഹാണ്. കേട്ടില്ലേ? കലഹാണെന്ന് കേട്ടില്ലേ? അതെന്തുകൊണ്ടാണെന്നത് പറയാൻ കാരണം ആ പുസ്തകത്തിന്റെ വില അത്രയുണ്ടേ. അത് കൊണ്ടുവച്ചാൽ പിന്നെ കലഹം ഉണ്ടാവാതിരിക്കുവോ? കാരണം ഇത് വായിക്കാൻ ആർക്ക് പറ്റുന്നു? ഇത്രയും വലിയ പുസ്തകമൊക്കെ, 8-9 വോള്യം ഇല്ലേ? അപ്പോ യുദ്ധം ഉണ്ടാവുമോ എന്നുള്ളത്. ഒരു അമ്മ എന്നോട് ഒന്ന് ചോദിച്ചാൽ ഈ സത്യമാണോ ഈ പറഞ്ഞതെന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, രാമായണത്തിൽ രാമരാവണ യുദ്ധമില്ലേ,
അപ്പോഴോ അപ്പൊ അവർക്ക് അതും വെക്കാൻ പാടില്ലല്ലേ എന്ന്. ഇപ്പൊ യുദ്ധമുള്ള ഒരു പുസ്തകവും നമുക്ക് വെക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു മതത്തിലെ ഗ്രന്ഥവും വെക്കാൻ പറ്റുന്ന പുസ്തകമില്ലേ. കാരണം എല്ലാറ്റിലും യുദ്ധമുണ്ട്. ഭാഗവതത്തിലില്ലേ ശ്രീകൃഷ്ണ ഭഗവാനും ശിവനും തമ്മിലുള്ള യുദ്ധമില്ലേ, ഉണ്ടോ? ഈ തരത്തിലൊക്കെയാണ് നമ്മുടെ പുസ്തകം. അപ്പൊ മനസ്സിലാക്കണം, ഇതിനെ ഉപയോഗിക്കാൻ നമുക്ക് അറിയാതെ പോയതാണ് നമുക്ക് പറ്റിയ വീഴ്ച. എനിക്ക് തോന്നുന്നു നമ്മൾ 14th ചാപ്റ്റർ ഭഗവത്ഗീത 14ാം ചാപ്റ്റർ അതൊക്കെ ഈ സാങ്കേയോഗത്തിനെ ബേസ് ചെയ്തിട്ടെടുത്താണ്. ഇവിടെ കപിലൻ പറയും പ്രകൃതി ത്രിഗുണാത്മികയാണ്. എന്താണ് ത്രിഗുണാത്മിക പ്രകൃതി എന്നാണ്. ഒന്ന് പറയൂ. അതായത് 3 ഗുണങ്ങൾ. ഏതൊക്കെയാണ് ഈ 3 ഗുണങ്ങൾ? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. വാസ്തവത്തിൽ ഭാരതത്തിന്റെ ഈ വർണ്ണ വ്യവസ്ഥകള്, ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ഇതൊക്കെ ഈ വർണ്ണങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഗുണങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ജന്മം കൊണ്ടല്ല ജാതിയാകുന്നത് എന്ന് കൃഷ്ണൻ ഗീതയിൽ വ്യക്തമായി 4ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അറിയില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ. ജന്മകർമ്മം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഗുണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ശൂദ്രനാകുന്നതും വൈശ്യനാകുന്നതും. പക്ഷെ കഷ്ടകാലത്തിന് ഈ ഇന്ത്യയിലുണ്ടല്ലോ രാഷ്ട്രീയക്കാർ ഇതിന് വേറെ നിറം കൊടുത്തു. ഇത് താഴെ തട്ടിലുള്ളത് മുഴെ തട്ടിലുള്ളതാക്കി. അത് സത്യം പറഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ വലിയ ദുരന്താണത്. ഈ ജാതീയത ഇവിടെ നിലനിർത്തിയതിൽ നമ്മുടെ ഗവൺമെന്റിന് വലിയ പങ്കുണ്ട്. നിങ്ങൾ നോക്കൂ, ഏതൊരു വ്യക്തിയുടെ മനസ്സിലും തമോ ഗുണവുമുണ്ട്, രജോ ഗുണമുണ്ട്, സത്വം. ചിലവരിൽ തമോ ഗുണം കുറച്ച് ഡോമിനേറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ്. ചിലവരിൽ രജോ ഗുണം. ഇന്ന് നമ്മൾ പറയുക ചില കുട്ടികൾ വളരെ ഡള്ളാണ്, എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഒരു കാര്യം പറഞ്ഞാലൊന്നും ഒന്നിനൊരു താല്പര്യമില്ലാത്ത കുട്ടികളില്ലേ? പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത ഉണ്ടോ ഇല്ലയോ? സ്കൂളുകളിലൊന്നും ഇല്ലേ? അതല്ലേ ഇന്നിപ്പോ കേരളത്തിൽ 9ാം ക്ലാസ് വരെ ഫുള്ള് പാസ്സാക്കി വിടാൻ പറഞ്ഞത്. കാരണം അങ്ങനെ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ ആകെ 9 തന്നെ പാസ്സാവുള്ളൂ, ബാക്കിയൊന്നും പാസ്സാവില്ല. അപ്പൊ അതുകൊണ്ട് 9ാം ക്ലാസ് വരെ ഒരെണ്ണം തോൽക്കണ്ട, ഒക്കെ അങ്ങോട്ട് പാസ്സാക്കി വിടാൻ പറഞ്ഞു. ഇല്ലേ? കേൾക്കുന്നില്ലേ നിങ്ങള്? ഉണ്ടോ ഇല്ലയോ? അപ്പൊ കുട്ടികൾ അങ്ങനെ പാസ്സാക്കി വിടുന്നതല്ല എഡ്യൂക്കേഷൻ. നോക്കൂ എന്ത് പൊട്ടത്തരങ്ങളാണ് ഈ സർക്കാരുകൾ ചെയ്യുന്നത്. നോക്കൂ, അവരുടെ തമോ ഗുണത്തെ എന്താണ്, ഈ തമോ ഗുണത്തെ മാറ്റിയെടുക്കാനുള്ള പരിശീലനല്ലേ വേണ്ടത്? നിൽക്കട്ടെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തമോ ഗുണമെന്നും നിങ്ങൾ 14ാം അധ്യായം ഗീതയിലെ 5ാം ശ്ലോകം എടുത്തു നോക്കുക. അവിടെ കൃഷ്ണൻ പറയുന്നു, സത്വം രജത്തമൈതി ഗുണാപ്രകൃതി സംഭവ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹേ അർജുന, സത്വഗുണമെന്നും രജോ ഗുണമെന്നും തമോ ഗുണമെന്നും 3 ഗുണങ്ങളുണ്ട്. ഈ 3 ഗുണങ്ങളെ നാം അറിഞ്ഞിരിക്കണം. എന്നിട്ടോ ഇനി പറയുന്നത്, തമോ ഗുണത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആലസ്യമാണ്, അലസതയാണ്, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ. രജോ ഗുണത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചഞ്ചലതയാണ്, റെസ്റ്റ്ലെസ്നെസ് ആണ്. അതാണ് ഇന്നിപ്പോ നമ്മൾ ഹൈപ്പർ എന്നൊക്കെ പറയുന്നത്. ഒന്നിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ല. മൈൻഡ് അത്രയും വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, വളരെ ഒരു ഓവർ ഡൈനാമിക് ആണ്, ഭയങ്കര വൈബ്രന്റ് ആണ്, അല്ലേ? അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. സത്വഗുണം എന്ന് പറയുന്നത് കുറെ കൂടി ഫോക്കസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ നോക്കൂ, ഏത് തരം മനസ്സാണ് നമുക്ക് വേണ്ടത്? സത്വഗുണവും വേണം, സമചിത്തതയും വേണം. ഏതാണ്? സത്വഗുണവും വേണം, സമചിത്തതയും വേണം. വേണ്ടേ? സത്വഗുണം മാത്രമായാലുള്ള കുഴപ്പമാണ്. നമ്മൾ നോക്കുമ്പോൾ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ട് ആളുകൾ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലായിരിക്കും, ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആള്. അതുകൊണ്ടാണ് ഈ IIT അമേരിക്കയിലും കാണാം. അമേരിക്കയിൽ അവിടുത്തെ ഈ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരു കുട്ടികൾ പെട്ടെന്ന് അവർക്ക് ചിലത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫെയിലിയർ. അപ്പൊ അവരുടെ ചില തിയറികളൊക്കെ പരാജയപ്പെട്ടു പോയാൽ സൂയിസൈഡ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ഇമ്മച്വേർഡ് ആയിട്ടുള്ള ബുദ്ധി കൊണ്ട് കാര്യമില്ല. ഉണ്ടോ? പറയൂ നിങ്ങൾ. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ നമ്മുടെ പ്രൊഫഷണൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ എന്താ അവർക്ക് പറ്റിയത്? ഇന്റലക്ച്വലി കേപ്പബിൾ ആണ്, പക്ഷെ ഒരു ഫെയിലിയറിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവരിലില്ല. അപ്പൊ അവരിലൊരു സമചിത്തതയും വേണ്ടേ?